ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ റവന്യൂ കാർഡ് ഈ മാസം മുതൽ അവതരിപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കൈവശ ഭൂമിയുടെ മുഴുവൻ വിവരങ്ങളും ക്രോഡീകരിക്കുന്ന ഡിജിറ്റൽ കാർഡിലൂടെ ഭാവിയിൽ ഭൂമി സംബന്ധമായ എല്ലാ ഇടപെടലുകൾക്കും വേഗത കൈവരിക്കുമെന്നും ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കിയിലെ 4 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുന്നതിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിരൽ തുമ്പിലാണെന്ന റവന്യൂ വിവരങ്ങൾ. അക്കാര്യത്തിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ വരുന്ന കേരള പിറവി മുതൽ ഇനി വരുന്നൊരു കാലം കേരളത്തിലെ റവന്യൂ രംഗത്ത് നമ്മുടെ സർവേ ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞപ്പെട്ട വില്ലേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ് ഈ മാസം മുതൽ നവംബർ മാസം മുതൽ കേരളത്തിൽ അവതരിപ്പിക്കാൻ ഗവൺമെൻറ്റും റവന്യൂ വകുപ്പും നിശ്ചയിച്ചിരിക്കുകയാണ്. അതായത് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് സ്ഥിരമായി ലഭ്യമാകേണ്ട നമ്മുടെ ഭൂമിയുടെ വിശദാംശങ്ങൾ, കെട്ടിടത്തിൻ്റെ വിശദാംശങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള ക്രയവിക്രയത്തിൽ തെറ്റിപ്പോകാൻ ഭൂമിയുടെ സ്ഥിതി എന്താണ്, അത് നിലമാണോ പുരയിടമാണോ ഏത് ഇനത്തിൽപ്പെടുന്നതാണ്, ഇങ്ങനെ ആ ഭൂമിയിലെ കെട്ടിടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ QR കോഡ് ഘടിപ്പിച്ച് 10 ഡിജിറ്റൽ നമ്പറുള്ള ഒരു കാർഡ് ATM കാർഡ് പോലെ ഡിജിറ്റൽ കാർഡായി റവന്യൂ കാർഡായി കൈമാറി 2025 നവംബർ മാസം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ വില്ലേജുകളും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതോടൊപ്പം വില്ലേജിൽ എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ നൽകാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും ഏതെങ്കിലും ഉപകരണങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ മേടിക്കേണ്ടതുണ്ടെങ്കിൽ MLA മാരോട് പറഞ്ഞാൽ അവരുടെ പ്രത്യേക ഫണ്ട് കൂടി ഈ കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് കേരളം ഔപചാരികമായിട്ടുള്ള ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ വില്ലേജുകൾ സ്മാർട്ടായി മാറുക, ആ വില്ലേജുകളിൽ അതിവേഗത്തിലുള്ള പ്രവർത്തനങ്ങളുടെ വഴിയായി തീരുക, സ്മാർട്ട് വില്ലേജ് എന്ന റവന്യൂ വകുപ്പിൻ്റെ പൂമുഖ പടിവാതിലിൽ നല്ലതുപോലെ ശ്രദ്ധയുണ്ടായി വലിയ സൗകര്യങ്ങളോടെ ആ ഓഫീസുകൾ വികസിപ്പിക്കുക, ഇതാണ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു കാരണവശാലും റവന്യൂ വകുപ്പിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ പ്രവണതകൾ ആരെയും പിന്തുണയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെ ഘട്ടം ഘട്ടമായി കണ്ടില്ലാതാക്കാനുള്ള ശ്രമകരമായിട്ടുള്ള പരിശ്രമത്തിൽ കൂടിയാണ് റവന്യൂ വകുപ്പ്.